മക്കൾ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊക്കെ മുസ്ലിങ്ങളായി ജനിച്ചു നല്ല കുട്ടികളായിട്ട് ജീവിക്കുന്നു. നിങ്ങളോടൊപ്പം ജനിച്ച ഒരു അശോകൻ ഉണ്ടാകും നിങ്ങളുടെ അപ്പുറത്ത്, നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവർ. നിങ്ങളെ പോലെ മാതാപിതാക്കളെ സ്നേഹിച്ച് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ അവൻ അമ്പലത്തിൽ പോയി നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിൽ ജീവിക്കുന്നു. നിങ്ങളുടെ പേര് മുഹമ്മദ്, അവന്റെ പേര് അശോകൻ. നിങ്ങളും നല്ലത് ചെയ്യുന്നു, അവനും നല്ലത് ചെയ്യുന്നു. നിങ്ങൾ വിവാഹം ചെയ്ത് കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നു, അവനും വിവാഹം ചെയ്ത് കുട്ടികളൊക്കെ ആയി ജീവിക്കുന്നു. നിങ്ങളൊന്ന് മെച്ചുപോകുന്നു, അവനും മെച്ചുപോകുന്നു. എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിലും അവൻ നരകത്തിലുമാണെങ്കിൽ എന്ത് നീതിയാണ്? അങ്ങനെ തീരുമാനിക്കുന്ന ദൈവം എങ്ങനെയാണ് നീതിമാനാവുക? നിങ്ങളെ പോലെ ജനിച്ചവൻ നിങ്ങൾ മുസ്ലിമായിട്ട് ജനിക്കണം എഴുതി കൊടുത്തിട്ടൊന്നും വന്നതല്ലോ. അവനും ഹിന്ദുവായിട്ട് ജനിച്ചത് അവൻ എഴുതി കൊടുത്തിട്ടല്ലോ. പടച്ചവന്റെ തീരുമാനമല്ലേ? എന്നിട്ട് അവൻ അങ്ങനെ ജനിച്ചതിന്റെ പേരിൽ നിങ്ങൾ ചെയ്യുന്ന അതേ നന്മകളൊക്കെ ചെയ്തിട്ട് അവൻ നരകത്തിലും നിങ്ങൾ സ്വർഗത്തിലും പോകുന്നുവെങ്കിൽ ദൈവത്തിന്റെ നീതിയോടെ അപ്പോൾ ഇതാരൊക്കെയോ നമ്മളെ പറ്റിക്കുന്നുണ്ട്. ഇച്ചങ്ങ എത്തിസ്റ്റാണെന്ന് നിങ്ങൾ നല്ലതിരിക്കണ്ട കേട്ടാ. ഇത് വഹാബിസം തലക്കുടിച്ചിട്ട് ഇങ്ങനെ ആയിപ്പോയതാ. ഇവന് വേറെ കുറെ വീഡിയോകളുണ്ട് ഖുർആനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ അത് അതിനെക്കുറിച്ച് ഓരോന്നായിട്ട് നമുക്ക് പിന്നെ പറയാം. അതിന് മുന്നേ എത്തിസ്റ്റ് ആണെന്ന് നല്ലതിരിക്കേണ്ടെന്ന് പറയാൻ കാരണം എത്തിസ്റ്റുകളെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ മുസ്ലിങ്ങൾ സാധാരണ തള്ളി ഒഴിവാക്കലാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഇവരെ പോലത്തെ ചങ്ങായിമാര് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് സാധാരണക്കാരായ പാവപ്പെട്ട മുഅ്മിനീങ്ങളുടെ ഈമാനെ ചൂഷണം ചെയ്യാണ്. കാരണം ഈ ചങ്ങായിന്റെ ഈ വീഡിയോന്റെ താഴെ ഒരുപാട് സാധാരണക്കാരായ മുഅ്മിനീങ്ങൾ ഈ വീഡിയോനെ അനുകൂലിച്ചുകൊണ്ട് കമന്റ് ഇട്ടതായിട്ടുണ്ട്. എന്നോട് നേരിട്ട് ബന്ധമുള്ള ആൾക്കാർ വരെ ഞാൻ അവരോട് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്തെങ്കിലും ഈ വീഡിയോക്ക് ഇങ്ങനെ കമന്റ് ഇട്ടത് അല്ലെങ്കിൽ ലൈക്ക് അടിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറയാ ആ ചങ്ങായി പറഞ്ഞൊക്കെ സത്യം തന്നെയല്ലേ. അള്ളാഹുവിന്റെ ഖദർ ഖദാനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഞങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ ചങ്ങായി ഒരു ദൈവവിശ്വാസമാണെന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ഖദർ ഖദായിലൊന്നും ഇയാൾക്ക് വിശ്വാസമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അങ്ങനെയുള്ള ഒരു ദൈവത്തെ, അതായത് ഇനി എന്ത് സംഭവിക്കുന്ന അറിയാത്തൊരു ദൈവം, ആ ദൈവം നമ്മൾ തമ്മിൽ എന്താ വ്യത്യാസമല്ലേ? ഇനി അള്ളാഹിന്റെ ഖദർ ഖദാനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പല ആൾക്കാരും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഇന്ന ആള് നരകത്തിൽ തന്നെ പോകണമെന്ന് അള്ള പണ്ടേ തീരുമാനിച്ചു വെച്ചതാ, അതല്ലെങ്കിൽ മറ്റാള് സ്വർഗത്തിൽ പോകണമെന്ന് അള്ള പണ്ടേ തീരുമാനിച്ചു വെച്ചതാ. അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ല. അള്ളാഹു നമുക്ക് ഓരോരുത്തർക്ക് ഇഖ്തിയാർ തന്നിട്ടുണ്ട്, ഫ്രീ വില്ല് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാർ ഒരു കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനൊരു സ്റ്റിയറിംഗ് നിർമ്മിക്കും അവര്. ലെഫ്റ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും, റൈറ്റിലേക്ക് ഇരിക്കുകയാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ ഒരാൾ ലെഫ്റ്റ് സൈഡ് ഒരു കൊക്കയുള്ള റോഡിൽ കൂടി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ ഇങ്ങനെ ഒടിച്ചു പിടിച്ചിട്ട് ആ കൊക്കയിലേക്ക് വീണാൽ ഈ കമ്പനി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കൊക്കയിലേക്ക് വീണെന്ന് പറയുന്നതിൽ എന്തൊക്കെ അർത്ഥം ഉണ്ടാവും? എന്നാൽ ഇതിനെ അള്ളാഹുലേക്ക് ചേർത്തി പറയുമ്പോൾ കുറേ ഒരു സംശയം ഉണ്ടാവും. അള്ളാഹു ഇത് മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചതല്ലേ ഇയാൾ നരകത്തിലേക്ക് തന്നെ പോകണമെന്നല്ലേ? അങ്ങനെ ഒരു സംഗതി ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാഹു നീതിമാനല്ല എന്നൊക്കെ തോന്നുന്നത്. ഈ ഒരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പുഴക്കാട് സാർ ഉദാഹരണ സഹിതം പറയുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. അതിന്റെ ഒരു ആകത്തുക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ചെറിയ മേശന്റെ മേലെ കൂടെ ഒരു ഉറുമ്പ് നടക്കുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. ആ മേശ നമുക്ക് 3 പാർട്ടാക്കി എടുക്കാം, ഒരു 3 വര വരച്ചു കൊടുക്കാം. അങ്ങനെ ആ ഉറുമ്പ് നടന്ന് 1ാമത്തെ വര എത്തിയാൽ ആ ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ആ 1ാമത്തെ വരന്റെ മുന്നിലുള്ളത് പാസ്റ്റ് ആണ്. ഇനി 2ാമത്തെ വരയിലേക്ക് നടക്കുന്ന ആ നടത്തം പ്രസന്റ് ആണ്. 3ാമത്തെ വര ഫ്യൂച്ചർ ആണ്. അങ്ങനെ 1ാമത്തെ വരയിലേക്ക് അത് നടന്നെത്താൻ എടുത്ത സമയം 5 മിനിറ്റ് ആണെന്ന് വെക്കാം. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഉറുമ്പിന്റെ നടത്തം മുഴുവനും പ്രസന്റ് ആണ്. അപ്പൊ നമ്മളിങ്ങനെ തീരുമാനിക്കുകയാണ് ഈ ഉറുമ്പ് ഈ മേശന്റെ ഈ തറ്റത്ത് നിന്ന് ആ തറ്റം വരെ നടന്നെത്താൻ എടുക്കുന്ന സമയം 15 മിനിറ്റ് ആണെന്നുള്ളത്. നോക്കുമ്പോൾ ഉറുമ്പ് നടന്നിട്ട് അപ്പുറത്തേക്ക് എത്താനെടുത്ത സമയം 15 മിനിറ്റ് തന്നെയാണ്. എന്നാൽ ഇതേപോലെ തന്നെയാണ് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊന്നും ബന്ധിക്കാത്ത പഠിച്ചോന്റെ കാര്യത്തിലും. അള്ളാഹു നമ്മൾ എന്താ